ലക്ക് ആൻഡ് റിസ്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ മോർഗൻ ഹൗസൽ പറയുന്ന ഒരു പ്രധാന ആശയമാണ് ലക്ക് ആൻഡ് റിസ്ക് ആർ സിബ്ലിങ്സ്. അതെ, അത് യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ വിജയവും പരാജയവും പലപ്പോഴും നമ്മുടെ കഴിവ് മാത്രം നിശ്ചയിക്കുന്നില്ല. ചിലപ്പോൾ ലക്ക് വലിയ രീതിയിൽ പങ്കുവഹിക്കും. അതുപോലെ തന്നെ റിസ്ക്കും. ലക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിക്കുന്നു, എവിടെ വളരുന്നു, ശരിയായ സമയത്ത് ലഭിക്കുന്ന അവസരങ്ങൾ, ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകൾ, ഇവയെല്ലാം ലക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് അവസരങ്ങൾ വേഗത്തിൽ ലഭിക്കും, ചിലർക്ക് അത് വൈകും. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എല്ലാം ലക്കല്ല. ലക്ക് അവസരം തരാം, പക്ഷെ ആ അവസരം ഉപയോഗിക്കുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിന് വാല്യൂ ഉണ്ട്, അതിന് ഫലം തീർച്ചയായും ഉണ്ടാകും. ഒന്നെങ്കിൽ ഉടനെ, അല്ലെങ്കിൽ സമയമെടുക്കും. സ്കിൽ ബിൽഡ് ചെയ്യുന്നത് ലക്കല്ല, കൺസിസ്റ്റൻസി ലക്കല്ല, ഡിസിപ്ലിൻ ലക്കല്ല. ഇവയൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പവേഴ്സ്. ലൈഫിൽ സേഫായി മാത്രം നിന്നാൽ വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകില്ല. റിസ്ക് ഇല്ലെങ്കിൽ പ്രോഗ്രസ് ഇല്ല. ന്യൂ ഡിസിഷൻസ് എടുക്കുന്നത് റിസ്ക് ആണ്. കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരുന്നത് റിസ്ക് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് റിസ്ക് ആണ്. കരിയർ ചേഞ്ച് ചെയ്യുന്നത് റിസ്ക് ആണ്. റിസ്ക് എടുക്കാതെ വലിയ വിജയങ്ങൾ സാധ്യമല്ല. പക്ഷേ ബ്ലൈൻഡ് റിസ്ക് അല്ല, കാൽക്കുലേറ്റഡ് റിസ്ക്. വിജയിച്ച എല്ലാവരും സൂപ്പർ ടാലന്റഡ് ആണെന്നല്ല, പരാജയപ്പെട്ട എല്ലാവരും ഇൻകേപ്പബിൾ ആണെന്നുമല്ല. ചിലർക്ക് ലക്ക് സഹായിച്ചു, ചിലർക്ക് റിസ്ക് ബാധിച്ചു. പക്ഷേ ലോങ് ടേമിൽ നിലനിൽക്കുന്നത് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് റിസ്ക് എടുക്കുന്നവരാണ്. ലക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, റിസ്കിനെ പൂർണ്ണമായും ഒഴിവാക്കാനാകില്ല. പക്ഷെ നമുക്ക് കഴിയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക, സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക, പേഷ്യൻസ് പാലിക്കുക. ലക്ക് വന്നാൽ തയ്യാറായിരിക്കണം, റിസ്ക് വന്നാൽ തകർന്നു പോകാതെ നിലനിൽക്കണം. ജീവിതം 100% ലക്ക് അല്ല, 100% ഹാർഡ് വർക്ക് മാത്രവുമല്ല. ഇത് എഫേർട്ട് പ്ലസ് ലക്ക് പ്ലസ് റിസ്ക് എന്ന ബാലൻസ് ആണ്. എഫേർട്ട് നിർത്തരുത്, റിസ്കിനെ പേടിക്കരുത്. ലക്ക് വന്നാൽ ഹംബിൾ ആയിരിക്കുക.